ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 10. ചോദ്യം 1. വിശുദ്ധ ലൂക്ക 10:1 അനുസരിച്ച് യേശു എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? 72 പേരെ. 2. 72 പേരെ യേശു എവിടേക്കാണ് അയച്ചത്? എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. 3. എത്ര പേരെ വീതമാണ് യേശു പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചത്? 2 പേരെ വീതം. 4. കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അധ്യായവും വാക്യവും എഴുതുക. 10-ാം അധ്യായം 2-ാം വാക്യം. 5. 10-ാം അധ്യായം 2-ാം വാക്യത്തിന് സമാനമായ വാക്യങ്ങൾ ഏത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. 6. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? കൊയ്ത്തിൻ്റെ നാഥനോട്. 7. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെപ്പോലെ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു 72 ശിഷ്യന്മാരോട് പറഞ്ഞത്? കുഞ്ഞാടുകളെ എന്ന പോലെ. 8. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ യേശു അയച്ചതാര്? 72 ശിഷ്യന്മാരെ. 9. ശിഷ്യന്മാരോട് എന്തെല്ലാം കൊണ്ടുപോകരുത് എന്നാണ് യേശു നിർദ്ദേശിച്ചത്? മടിശീല, സഞ്ചി, ചെരുപ്പ്. 10. എവിടെ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുതെന്നാണ് യേശുവിൻ്റെ നിർദ്ദേശം? വഴിയിൽ വെച്ച്. 11. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമേ ആശംസിക്കേണ്ടത് എന്ത്? ഈ വീടിന് സമാധാനം എന്ന്. 12. നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ. 13. സമാധാനത്തിൻ്റെ പുത്രൻ വീടുകളിൽ ഇല്ലെങ്കിൽ സമാധാനം ആശംസിച്ചത് എങ്ങോട്ടാണ് തിരിച്ചു വരുന്നത്? ശിഷ്യന്മാരിലേക്ക്. 14. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണെന്ന് യേശു സമർത്ഥിക്കുന്നത് എങ്ങനെ? ഏത് വീട്ടിലാണോ നിങ്ങൾ പ്രവേശിക്കുന്നത് അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. 15. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ, അതായത് ശിഷ്യന്മാർ, പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കണം. 16. നഗരവാസികളോട് ശിഷ്യന്മാർ പറയേണ്ടത് എന്ത്? ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന്. 17. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനു പുറമെ ശിഷ്യന്മാർ ചെയ്യേണ്ടത് എന്ത്? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. 18. ശിഷ്യന്മാർ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. 19. ശിഷ്യന്മാരെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ സ്ഥിതി എന്തിനേക്കാൾ മോശമായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? സോദോമിൻ്റെ സ്ഥിതിയേക്കാൾ. 20. ആർക്കെല്ലാം ദുരിതം എന്നാണ് 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്ക പറഞ്ഞിരിക്കുന്നത്? കൊറാസിനും ബെത്സൈദായ്ക്കും. 21. കൊറാസിനിലും ബെത്സൈദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നെങ്കിൽ എന്നാണ് സുവിശേഷകൻ പറയുന്നത്? ടൈറിലും സീദോനിലും. 22. കൊറാസിനിലും ബെത്സൈദായിലും നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. 23. ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ, അതായത് കൊറാസിൻ്റെ ബെത്സൈദ, അവരുടേതിനേക്കാൾ സഹനീയമായിരിക്കും എന്ന് വിധി ദിനത്തിൽ. 24. ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്ന കഫർനാം എത്രത്തോളം താഴ്ത്തപ്പെടും? പാതാളത്തോളം. 25. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു.
നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു? എന്നെ ആരെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ 72 ശിഷ്യന്മാർ, എന്നെ യേശുവിനെ. 26 എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും യേശു അയച്ച ശിഷ്യന്മാർ തിരിച്ചു വന്നതെങ്ങനെ? സന്തോഷത്തോടെ. 27 സന്തോഷത്തോടെ തിരിച്ചു വന്ന 72 ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതെന്ത്? കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. 28 കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി: സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. 29 സാത്താൻ സ്വർഗത്തിൽ നിന്ന് എന്തുപോലെ പതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യേശു പറഞ്ഞത്. ഇടിമിന്നൽ പോലെ. 30 സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിച്ചത് ആര്? സാത്താൻ. 31 യേശു ശിഷ്യന്മാർക്ക് നൽകിയ അധികാരങ്ങൾ എന്തെല്ലാം? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം. 32 പാമ്പുകളും തേളുകളും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? ശിഷ്യന്മാരോട്. 33 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ അധികാരം നൽകിക്കൊണ്ട് ശിഷ്യന്മാരുടെ യേശു പറഞ്ഞതെന്ത്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. 34 എന്ത് കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ. 35 എന്ത് കാര്യത്തിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്? യേശുവിൻ്റെ അഭിപ്രായം: നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. 36 72 ശിഷ്യന്മാരും മടങ്ങി വന്നപ്പോൾ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. 37 യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട്. 38 കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. കാരണമായി യേശു പറഞ്ഞതെന്ത്? അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. 39 ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് വെളിപ്പെടുത്തിയത് ആർക്ക്? ശിശുക്കൾക്ക്. 40 അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അവിടുത്തെ അഭീഷ്ടം. 41 എല്ലാ കാര്യങ്ങളും പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെ? യേശുവിനെ. 42 പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞതെന്ത്? പുത്രനാരെന്ന്. 43 പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരെല്ലാം? പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. 44 നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. 45 നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് ശിഷ്യരോട് യേശു പറയാനുള്ള കാരണം: അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. 46 നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചതും നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചതും ആരാണെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? പ്രവാചകന്മാരും രാജാക്കന്മാരും. 47 10-ാം അധ്യായം 25-ാം വാക്യം അനുസരിച്ച് യേശുവിനെ പരീക്ഷിക്കാനായി ചോദ്യം ചോദിച്ചതാര്? ഒരു നിയമജ്ഞൻ. 48 യേശുവിനെ പരീക്ഷിക്കാനായി നിയമജ്ഞൻ ചോദിച്ച ചോദ്യം: ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? 49 നിയമജ്ഞൻ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഗുരു. 50 നിയമജ്ഞൻ്റെ ചോദ്യത്തിന് മറുപടിയായി യേശു ചോദിച്ച ചോദ്യം: നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു
നീ എന്ത് വായിക്കുന്നു? 51. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എന്തു വായിക്കുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. 52. നിന്റെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായി നിയമജ്ഞൻ പറഞ്ഞത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ. 53. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. യേശു ഇതാരോട് പറഞ്ഞു? നിയമജ്ഞനോട്. 54. നിയമജ്ഞൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചതെന്ത്? ആരാണ് എൻ്റെ അയൽക്കാരൻ? 55. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി: നല്ല സമരിയാക്കാരൻ്റെ ഉപമ. 56. യേശു ഉപമ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെ? ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. 57. ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നവൻ ആരുടെ കയ്യിലാണ് അകപ്പെട്ടത്? കവർച്ചക്കാരുടെ. 58. കവർച്ചക്കാർ അവനെ എന്താണ് ചെയ്തത്? അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. 59. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ ആദ്യം കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഒരു പുരോഹിതൻ. 60. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ കണ്ട് പുരോഹിതൻ കടന്നുപോയത് എങ്ങനെ? മറുവശത്തുകൂടെ. 61. രണ്ടാമതായി യാത്രക്കാരനെ കടന്നുപോയത് ആര്? ഒരു ലേവായൻ. 62. എന്നാൽ മൂന്നാമതായി യാത്രക്കാരൻ കിടന്ന സ്ഥലത്ത് വന്നതാര്? ഒരു സമരിയാക്കാരൻ. 63. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ കണ്ട് മനസ്സലിഞ്ഞ സമരിയാക്കാരൻ ചെയ്തതെന്ത്? എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. 64. സമരിയാക്കാരൻ മുറിവുകൾ വച്ചുകെട്ടിയത് എങ്ങനെ? എണ്ണയും വീഞ്ഞുമൊഴിച്ച്. 65. എവിടെ കൊണ്ടുചെന്ന് സമരിയാക്കാരൻ പരിചരിച്ചു എന്നാണ് വചനം പറയുന്നത്? സത്രത്തിൽ. 66. സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എത്ര ധനാറയാണ് സമരിയാക്കാരൻ കൊടുത്തത്? 2 ധനാറ. 67. 2 ധനാറ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സമരിയാക്കാരൻ പറഞ്ഞതെന്ത്? ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. 68. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ അയൽക്കാരനായി വർത്തിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് നിയമജ്ഞൻ നൽകിയ മറുപടി എന്ത്? അവനോട് കരുണ കാണിച്ചവൻ. 69. അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞപ്പോൾ യേശു തിരിച്ചു പറഞ്ഞതെന്ത്? നീയും പോയി അതുപോലെ ചെയ്യുക. 70. നീയും പോയി അതുപോലെ ചെയ്യുക ഏത് ഉപമയിൽ ആര് ആരോട് പറഞ്ഞു? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ യേശു നിയമജ്ഞരോട് പറഞ്ഞു. 71. നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശുവും ശിഷ്യന്മാരും പ്രവേശിച്ചത് എവിടെ? ഒരു ഗ്രാമത്തിൽ. 72. യേശു പ്രവേശിച്ച ഗ്രാമത്തിൽ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? മർത്ത. 73. മർത്തായുടെ സഹോദരിയുടെ പേര് മറിയം. 74. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്നതാര്? മറിയം. 75. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായി കാണപ്പെട്ടത് ആര്? മർത്ത. 76. മർത്ത യേശുവിൻ്റെ അരികിൽ ചെന്ന് ആരെ പറ്റിയാണ് പരാതി പറഞ്ഞത്? സഹോദരി മറിയത്തെപ്പറ്റി. 77. സഹോദരി മറിയത്തോട് എന്ത് ചെയ്യാനാണ് മർത്ത പറയുന്നത്? മർത്തായെ സഹായിക്കാൻ. 78. മർത്തായുടെ പരാതിക്ക് യേശു നൽകിയ മറുപടി: മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. 79. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് ആര് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു മർത്തായോട് പറഞ്ഞത്? മറിയം. 80. മറിയം ഏത് ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നല്ല ഭാഗം. 81. നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്ന മറിയത്തിൽ നിന്ന്
എന്ത് എടുക്കപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? അവളിൽ നിന്ന് നല്ല ഭാഗം എടുക്കപ്പെടുകയില്ലെന്ന്.